ഞങ്ങളുടെ ചെറിയ പച്ചക്കറി കൃഷി കണ്ടോ ഗൈസ്. ആ നിൽക്കുന്നത് മത്തയാണ് കേട്ടോ. മത്ത ചെറുതായിട്ട് മുളച്ച് വന്ന് കുറച്ചിതായി. എരിവാഴ, കുറച്ച് പയറും വെണ്ടയൊക്കെ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായുള്ളൂ കേട്ടോ നട്ടിട്ട്. എല്ലാം ചെറുതായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. ഇതൊക്കെ പയറാണ് കേട്ടോ. പയർ, ചേമ്പ് ചീര, ഇല തോരൻ വെക്കുന്നതിനെ കൂട്ട് ചേമ്പിൻ്റെ തൈ, പയർ, വെണ്ട, ഇവിടെയായിട്ടൊക്കെ വെണ്ട നിൽപ്പുണ്ട്. ആ നിൽക്കുന്ന വെണ്ടയുടെ കേട്ടോ, അതീ നിൽക്കുന്നത്. അവിടെ 2 തക്കാളിത്തൈയുണ്ട്. ചേട്ടാ എല്ലാത്തിനും വെള്ളം ഒഴിക്കും. ഇതൊക്കെ വെണ്ടയുടെ തൈയാണ് കേട്ടോ. വെണ്ട, അതേ തക്കാളി, അവിടെയും 2 വെണ്ട ഉണ്ടായി വരുന്നുണ്ട്. ആ നിൽക്കുന്ന ഒരു പീസ് ഉരുണ്ട മുളകാണ് കേട്ടോ. വയലറ്റ് കളറുണ്ട് മുളക്. ഇത് മുരിങ്ങ. വെയിൽ കാരണം മുരിങ്ങയൊക്കെ ഉണങ്ങിപ്പോയതായിരുന്നു. ഇപ്പോൾ ചെറിയ തളുപ്പതിൽ നിന്ന് വരുന്നുണ്ട്. ഈ മൾബറി ചെടി കണ്ടോ. ഇത് ഇടയ്ക്കോടെ വരുന്നത് പഴുത്തിരിക്കുന്നത്. ഈ പഴുത്ത് നിൽക്കുന്ന മൾബറി. ഇതിവിടെ വാടി നിൽക്കുക. ഇവിടെ 2 എണ്ണം പഴുത്ത് നിൽപ്പുണ്ട്. ഈ അവിടെയായിട്ടും ഉണ്ട് 2 എണ്ണം പഴുത്ത് നിൽപ്പുണ്ട്. ചെറുതായിട്ട് പഴുത്തുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് പഴുത്തു. അതെ, കുഞ്ഞ് ഉറുമ്പുണ്ട് കേട്ടോ അതിൽ. ഇത് അവിടെ 2 എണ്ണം കിടപ്പുണ്ട്. നീ കിടക്കുന്നു. അതുകൂടി നമുക്ക് പതിയെ പറിച്ചെടുക്കാം. പിന്നെ സാധനം താത്തി തരും കൂട്ടാ. അതേ ഇതൂട്ടാ. ഒത്തിരി പഴുക്കാതെ പറിക്കണ്ടായേ. നീ ഒരെണ്ണം നല്ല വലുതാണ് കേട്ടോ. നോക്ക്. കഴിഞ്ഞു. ഇവിടെ ഈ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് പച്ചക്കറി നട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കുഞ്ഞ് ചീരയുടെ വിത്തൊക്കെ മുളച്ച് വരുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ നട്ട പയറൊക്കെ കേട്ടോ. ഇതിപ്പോൾ 2 ആഴ്ചയായ പയർ. ഈ കാന്താരി നോക്കൂ. കാന്താരിയിൽ ഇത് കുഞ്ഞ് കായൊക്കെ ആയിട്ടുണ്ട്. ഇത് തക്കാളി തൈകൾ കണ്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നല്ല സൂപ്പറായി വരുന്നുണ്ട്. ഇത് പാവലിൻ്റെ തൈയാണ് കേട്ടോ. അതും പിടിച്ച് വരുന്നുണ്ട്. അവിടെ ചേട്ടായി ഒക്കെ വെള്ളമൊക്കെ ഒഴിക്കുന്നു.